ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ വാഗമൺ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന റൂട്ടിൽ നമുക്ക് എന്തൊക്കെ കാഴ്ചകൾ കാണാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. പിന്നെ ഞങ്ങൾ പോകുന്ന ഈ റൂട്ടിൽ പിന്നെ മൊത്തം നമ്മുടെ ഈ വാഗമണിൽ വന്നിട്ടുള്ള എല്ലാ ഫ്രണ്ട്സൊക്കെ അറിയാം കേട്ടോ. മൊത്തം തേയിലക്കാടാണ് കേട്ടോ. മൊത്തം നമ്മുടെ എസ്റ്റേറ്റുകൾ മാത്രമാണ് കാണാൻ പറ്റുന്നത്, തേയില എസ്റ്റേറ്റുകൾ. പിന്നെ ഞങ്ങൾ ഏലപ്പാറയിൽ നിന്നാണ് കേട്ടോ വാഗമണിലേക്ക് പോകുന്നത്. പിന്നെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ മഴ ഇല്ല കേട്ടോ. പിന്നെ ചെറുതായിട്ടിങ്ങനെ മഴയുടെയൊക്കെ ചെറിയ ലക്ഷണമുണ്ടെങ്കിലും ഞങ്ങൾ ഇപ്പോൾ പോകുന്ന ടൈമിൽ മഴയില്ല കേട്ടോ. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടിട്ട് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ മഴയൊക്കെ പെയ്തിട്ടാ. അപ്പോൾ അതിൻ്റെ കുറേ വിശേഷങ്ങളും വീഡിയോസൊക്കെ ഇനി വരുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനലിൽ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഇനിയും പുതിയ പുതിയ വീഡിയോസ് ഇങ്ങനെ ഇടാനുള്ള ഒരു പ്രചോദനം. പിന്നെ നമ്മളിതായി പോകുന്ന റൂട്ടിലാണെങ്കിൽ പിന്നെ നല്ല മഴയുള്ള ടൈമായിരുന്നു കേട്ടോ. നമ്മൾ തങ്ങൾപ്പാറയൊക്കെ കാണാൻ പോയപ്പോൾ ഇട്ടിരുന്നു കേട്ടോ കുറച്ച് വീഡിയോസ്. ആ ടൈമൊക്കെ ഈ റൂട്ട് നല്ല മഴയൊക്കെ ആയിരുന്നു. ആ ടൈമിൽ മഴ സമയത്ത് നമുക്ക് വീഡിയോസ് എടുക്കുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ ക്ലാരിറ്റിയും. ഇപ്പോൾ മഴയില്ലാത്ത സമയം നമ്മൾ വീഡിയോസ് എടുക്കുമ്പോഴുള്ള ക്ലാരിറ്റിയും നമുക്ക് മനസ്സിലാകും. പിന്നെ ആ ടൈമിലാണെങ്കിൽ നമുക്ക് ഈ റോഡ് സൈഡിൽ പോകുമ്പോൾ കുഞ്ഞു കുഞ്ഞ് അരുവികളൊക്കെ കാണാൻ പറ്റും കേട്ടോ. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ, കൂടുതലായിട്ട് അങ്ങനെ കാണുന്നതില്ല. പിന്നെ അതാ നമുക്ക് നന്നായിട്ട് എന്താണ് നല്ല വ്യൂ കാണാൻ വേണ്ടി പറ്റും. ആ പച്ചപ്പും എല്ലാം ഇപ്പോൾ നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. നീ മാറും എങ്കിലല്ലേ അവനെ കാണുള്ളൂ. ആ കണ്ടു കണ്ടു. ടൈഫോയിഡ് ബ്രാൻഡാണ് കേട്ടോ ഇത്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ എസ്റ്റേറ്റിൽ. ഇതൊക്കെയാണ് ഗായ്സ് നമ്മുടെ തേയിലക്കാട്ടിലൂടെയുള്ള യാത്രകൾ. ഇനി നിങ്ങൾക്ക് അടുത്തൊരു കഴിച്ച് കാണിച്ചു തരാം ഗായ്സ്. അമ്മച്ചി ടൈഫോയിഡ് ടീ
പിന്നെ ഇതാ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് മഞ്ഞ് കൊണ്ട് മൂടിയിരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വാഗമൺ എത്താറായി, പക്ഷേ എങ്കിലും എത്തുന്നതിന് തൊട്ട് മുമ്പെയാണ് കേട്ടോ. ഭയങ്കര മഞ്ഞെന്ന് വെച്ചാൽ ഭയങ്കര മഞ്ഞാണ് കേട്ടോ. മഞ്ഞ് കൊണ്ട് ഇങ്ങനെ മൂടിയിരിക്കുകയാണ്. ഇത് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ പുക പോലെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ് കേട്ടോ നമ്മുടെ ഈ മഞ്ഞ്. പിന്നെ കുറച്ച് ദൂരം എത്തിയപ്പോൾ ഭയങ്കരമായിട്ടുള്ള മഞ്ഞായിരുന്നു. നമുക്ക് റോഡ് പോലും ഒന്ന് നേരെ ചൊവ്വേ കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ, അത്രയ്ക്കും മഞ്ഞായിരുന്നു. പിന്നെ നല്ല രസമാണ് കേട്ടോ നമുക്ക് ഈ മഞ്ഞൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ഇതാ പുക കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് അതിലൂടെ ഇങ്ങനെ വാഹനം ഇങ്ങനെ ഓട്ടിച്ച് പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ. കുട്ടികൾക്കും ഒത്തിരി സന്തോഷമായി കേട്ടോ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ. മഴയില്ലായിരുന്നു, മഴയില്ലാത്തത് കൊണ്ടാണ് ഇത്രയ്ക്കും മഞ്ഞ് കൂടുതലായിട്ട് ഇങ്ങനെ കാണുന്നത്. മഴ ഉള്ളപ്പോൾ ഇത്ര അധികം മഞ്ഞ് കൂടുതലായിട്ട് ഉണ്ടാകില്ല. പിന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ദൂരെ നിന്നിങ്ങനെ വാഹനങ്ങൾ വരണത് നമുക്ക് കൂടുതലായിട്ട് കാണത്തില്ല കേട്ടോ. കുറച്ചുകൂടെ ഇങ്ങനെ അടുത്ത് വരുമ്പോഴാണ് നമുക്ക് വാഹനം വരുന്നത് കാണാൻ കഴിയുന്നത് കേട്ടോ. അത്രയ്ക്ക് മഞ്ഞ് കൊണ്ട് ഇങ്ങനെ മൂടിയിരിക്കുകയാണ്. നമുക്ക് ഈ വീഡിയോയിൽ കാണും പോലെയല്ല കേട്ടോ, നമുക്ക് നേരിട്ട് കാണുമ്പോഴേ അത് കൂടുതലായിട്ട് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ മഞ്ഞ് എത്രത്തോളം ശക്തിയായിട്ട് ഇങ്ങനെ മൂടിക്കിടക്കുക എന്നുള്ളത്. പിന്നെ അവിടെ അവർ എല്ലാവരും ഇങ്ങനെ വഴി നമ്മുടെ കൂടെ ഇങ്ങനെ വരുന്നവരൊക്കെ ഇങ്ങനെ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ കണ്ട് രസിച്ചൊക്കെയാണ് കേട്ടോ പോകുന്നത്. പിന്നെ അതാ മഞ്ഞ് കൊണ്ട് ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്, പുക പോലെ ഇങ്ങനെ മൂടിക്കിടക്കുകയാണ് കേട്ടോ. ഈ മഞ്ഞിൻ്റെ നടുവിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിയാണ് കേട്ടോ. പിന്നെ നമ്മൾ വാഹനം ഇങ്ങനെ ഓടിച്ച് പോകുമ്പോൾ ശ്രദ്ധയോടെ തന്നെ നമുക്കിങ്ങനെ പോകാൻ പറ്റുകയുള്ളൂ. ഡ്രൈവിങ് എപ്പോഴും ക്ലിയർ ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ ഈ മഞ്ഞിലൂടെയൊന്നും യാത്ര ചെയ്യാനൊന്നും കൂടുതൽ പറ്റില്ല. കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. കുറേ ദൂരം നമ്മൾ അവിടെ എത്തുന്നത് വരെ ഇതേപോലെ തന്നെയാണ് കേട്ടോ, മൊത്തം മഞ്ഞ് 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 തന്നെ കാണാൻ കഴിയുള്ളൂ. പിന്നെ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് കാണുന്നത് നമ്മുടെ പേര മരവും പിന്നെ തേയിലയാണ് കേട്ടോ. തേയിലയാണ് കൂടുതലായിട്ട് കാണുന്നത്. എസ്റ്റേറ്റിലൊക്കെ ആണെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്തൊക്കെ റെഡിയാക്കിയല്ലേ ഇട്ടിരിക്കുള്ളൂ. പക്ഷേ ഇത് ചെടി പോലെ ഇങ്ങനെ മരം പോലെ വളർന്നിരിക്കുന്നതൊക്കെ കാണാൻ കഴിയും കേട്ടോ ഈ റോഡ് സൈഡിൽ. ഇതാ ഈ കാണുന്നതൊക്കെ തേയില ചെടികളാണ് കേട്ടോ. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ചെടികളും മരങ്ങളും പോലെയൊക്കെയാണ് കേട്ടോ ഇത്. ഇങ്ങനെ കാട് പോലെ ഇങ്ങനെ തേയില ഇങ്ങനെ കാണുന്നത് റോഡ് സൈഡിൽ. ഒരാൾ കാറൊക്കെ നിർത്തിയിട്ടിട്ട് ഇങ്ങനെ മഞ്ഞ് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് കേട്ടോ. KSRTC ബസ് വരുന്നുണ്ട് ഗൈസ്. അരുവി കണ്ടോ. ഹലോ ഗൈസ്, ഞങ്ങളൊരു ഉറുമ്പും കൂടാണ്. കണ്ടില്ലേ, ഉറുമ്പിന്റെ കൂടാണ് കേട്ടോ. കാട്ടിലെ ഉറുമ്പിന്റെ കൂടാണ് കേട്ടോ, വെറൈറ്റി കൂടാണ്. അതറിയാൻ പറ്റും നിങ്ങൾക്ക്. സൂമിയാണല്ലോ ഉറുമ്പ് കയറി പോകുന്ന കാണാൻ പറ്റുന്നില്ലേ. പക്ഷെ നല്ല കട്ടുറുമ്പായത്. കട്ടുറുമ്പ് അവ നല്ല ഉറുമ്പിന്റെ കൂടെ മോനെ ഒത്തിരി ഉണ്ട്. തലയാത്തിട് വണ്ടി കയറുന്നു. അപ്പൊ അതാ മഞ്ഞ് കണ്ടില്ലേ.
അതാ പൈൻകാട് കാണാനും വാഗമണ്ണിലേക്കുള്ള യാത്രയാണ് കേട്ടോ എല്ലാവരും. ഞങ്ങൾ യാത്രക്കിടെ എടുത്തൊരു വീഡിയോ ആണ്. മഞ്ഞ് കണ്ട സൂപ്പർ ഗൈസ്, സൂപ്പർ. മഞ്ഞ് കൊണ്ട് മൂടി നമുക്ക് തേയിലത്തോട്ടൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ, അങ്ങനെയാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ മഞ്ഞ്, അടിപൊളി കേട്ടോ ഗൈസ്. അതാ കണ്ടില്ലേ മഞ്ഞ് കൊണ്ട് മൂടി ഇരിക്കുകയാണ്. അപ്പം നമുക്കത് വണ്ടിയൊക്കെ നല്ല സ്പീഡിലാണ് പോകുന്നത് കേട്ടോ. അപ്പം നമുക്കിവിടെ ഒന്ന് നിൽക്കുന്നത്, ഇറങ്ങി നിൽക്കുന്നത് അത്ര സേഫ് ഒന്നല്ല. ഇതാ മഞ്ഞ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ, മഞ്ഞിങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ 2 കുറുമ്പന്മാരെ കൊണ്ടുവന്ന് പോകും. ഇത് കണ്ടില്ലേ? ഓക്കെ, വണ്ടിയാണ് നമുക്കിവിടെ നിൽക്കുന്ന അത്ര സേഫ് അല്ല. അപ്പൊ വണ്ടിയൊക്കെ ഒരുപാട് വരണം. ഒരു ഹായ് കൊടുത്തേ. ഹായ് റിജ കുട്ടി അവിടെ എന്താ ദിശയാണ്? അയ്യോ, അപ്പൊ ഓക്കെ ഗൈസ്, ഇനി അടിക്കും. ഓക്കെ നമുക്ക് പോവാം. സിജ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ വീണ്ടും യാത്രയിലാണ്. അടക്കി അടക്കി. ആ ഓക്കെ, സീറ്റ് ബെൽറ്റ് എല്ലാവരും ഇട്ട് വേണം യാത്ര ചെയ്യാൻ. ഓക്കെ സ്റ്റാർട്ട്. അപ്പോൾ അതാ ഞങ്ങൾ അങ്ങോട്ട് ഇനി തിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, ഇതേപോലെ ഓരോരോ കാഴ്ചകൾ കാണുമ്പോൾ ഇങ്ങനെ ഇറങ്ങി നമ്മളിങ്ങനെ വീഡിയോസ് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ഇതാ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. പിന്നെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോകുമ്പോൾ പിന്നെ നമ്മുടെ ഈ പോകുന്ന വഴികളിൽ എന്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോകാൻ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇങ്ങനെ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഓരോരോ വീഡിയോസ് ഇങ്ങനെ എടുത്ത് നിങ്ങളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മഞ്ഞും നല്ല തണുപ്പും എല്ലാം കണ്ട് പ്രകൃതി രമണീയമായി പച്ചപ്പും മലകളും എല്ലാം കണ്ട് ഞങ്ങൾ യാത്ര ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ ഇനി ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോകുന്ന വീഡിയോ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ഇടാനും ലൈക്ക് ഇടാനും ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഒരുപാട് ട്രാവലിംഗ് വീഡിയോ ഇനി ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഇടാനുള്ള മനസ്സ് തരുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ അടുത്ത ബാക്കി ഭാഗവുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഈ വീഡിയോസ് എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹം മാത്രം. താങ്ക് യു ഫ്രണ്ട്സ്.